40 ദിനം ആരോ ഹലാലിൽ നിന്ന് ഭുജിച്ചാൽ പ്രകാശം വന്ന് പോയി ഖൽബിന് ഹിക്മത്തുകൾ അതിൽ നിന്നുടൻ ഒഴുകുന്നതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. ത്വലബുൽ ഹലാൽ ജിഹാദ് തന്നാണെന്ന് തിരുവചനമിൽ ഉൾപ്പെട്ടതായി പറയുന്നു. ഇത് തദ്കിറത്തുൽ വാഇദിൽ നീ നോക്കണം. 47 എത്തിയാൽ മതി നിൽക്കണം. ദൗലത്ത് 3 നീ അറിയേണ്ടതാ. വാസിത്ത് ഇമാം ഇത് വ്യക്തമായി പറയുന്നതാ. അതിലൊന്ന് ജീവിതകാലമിൽ, പിന്നൊന്ന് മൗത്തിൻ്റെ സമയം ഉള്ളതായി പറയുന്നു. സുഹൃത്തുക്കളെ, ദൗലത്ത് 3-1 നസ്റിൻ്റെ സമയത്താണ് ഖബറിൽ നിന്ന്. നിനക്കുള്ള ജീവിതകാല ദൗലത്തെന്താ? ത്വാഅത്തിലായി ജീവിക്കലാണ് അന്താ. മൗത്തിൻ്റെ സമയം കലിമ ചൊല്ലി ഷഹാദത്ത്, അതു തന്നെ വീണ്ടും വന്ന 2ാം ദൗലത്ത്. ബഷീർ സ്വർഗം കൊണ്ട് റബ്ബിൽ നിന്നുമായി വന്നാൽ നിനക്കോ ദൗലത്തും പരിപൂർണമായി. ദൗലത്തിതല്ലാതൊന്നുമില്ല പൊന്നേ, ലോകം അടക്കി ഭരിച്ചു എന്നാൽ തന്നെ. ഒരു തെറ്റു ചെയ്താൽ സോദര വരുന്നുണ്ട്. ന്യൂനതകൾ എണ്ണി നീ നോക്കണം 10. ഖാലിക്കിനെ നീ വെറുപ്പിക്കലാണതിലൊന്ന്. അവൻ നിന്റെ റബ്ബാണെന്നതോ മറക്കുന്നേ. ശൈത്താന് സന്തോഷം നീ നൽകൽ വന്ന്, അവനോ നിനക്കും എതിരിലായി പണിയുന്നേ. പാമ്പിന് പാല് കൊടുത്ത് നീ വളർത്തുന്നത് ശരിയല്ല എന്ന് നീ ഓർത്തിരുന്നാൽ നല്ലത്. പരിശുദ്ധ ഭവനമിൽ നിന്നീ നീ അകലുന്നേ. അത് സ്വർഗമാണ്, പ്രവേശനം തടയുന്നേ. ദുരിതം നിറഞ്ഞ സ്ഥലത്തിനോടടുക്കുന്നതാ, അത് നരകമാണ്, അതിൽ നിന്നകന്നിരിക്കേണ്ടതാ. കഷ്ടത്തിലാക്കി നിന്റെ നഫ്സിനെ എന്നും, നിനക്കോ അഹബ്ബാണ് അതിന്നും അന്നും. കൂടാതെ തന്നെ നീ അതിനെയും ഖദ് നജ്ജസ, അത് പണ്ട് സൃഷ്ടിയിൽ തന്നെ ശുദ്ധിയിൽ അന്തസ. 7-മതായി ശല്യപ്പെടുത്തലുമുണ്ട് നിന്നോടടുത്തംലാക്കിനെ ഇത് കൊണ്ട്. നഫ്സിൻ്റെ മേൽ ആകാശഭൂമികൾ സാക്ഷിയായി, അതുപോലെ ലൈല നഹാറിനെ നീ കൂട്ടലായി. വ്യസനത്തിലാക്കി നീ ഖബറിൽ വസിക്കുന്ന തിരുനബി റസൂലുള്ളാഹിയെയും എന്ന. വഞ്ചിക്കലും വരുന്നുണ്ടതിനാൽ പലരെയും, അതിനാൽ അവർ ശപിച്ചേക്കുവാൻ മതി നിന്നെയും. തള്ളപ്പെടും നീ സാക്ഷി നിന്നവയൊക്കെയും, നഷ്ടപ്പെടും ചിലർക്കുള്ള ഹക്കുകൾ തന്നെയും. മഴയും കുറഞ്ഞിടും നിന്റെ ദോഷം കൊണ്ട്, അതിനാൽ ജലം പൊതുവെ വലഞ്ഞിടുന്നുണ്ട്.